നിയമസഭയിൽ ചർച്ചയായി പാതിവില ഉൾപ്പെടെയുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ. 231 കോടി രൂപയുടേതാണ് പാതിവില തട്ടിപ്പെന്നും പ്രമുഖർക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ കാണിച്ചാണ് തട്ടിപ്പ് നടത്തിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നെ ഒന്ന് പറ്റിച്ചോളൂ എന്ന് പറഞ്ഞ് പോയി നിൽക്കാതിരിക്കുകയാണ് വേണ്ടതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് നിരവധി പേരെ വാഗ്ദാനം നൽകി കബളിപ്പിച്ച പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 12/3/2025 വരെ 1343 കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മുഖ്യപ്രതിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടെത്തി മരവിപ്പിച്ചു. വിവിധ കേസുകളിൽ ഉൾപ്പെട്ട രേഖകൾ പിടിച്ചെടുത്തു. ക്രൈംബ്രാഞ്ച് അന്വേഷണം നല്ല രീതിയിൽ പുരോഗമിച്ചു വരുന്നുണ്ട്. പ്രമുഖ വ്യക്തികളോടൊപ്പം നിൽക്കുന്ന ഫോട്ടോകൾ സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ച് ജനങ്ങളുടെ വിശ്വാസ്യത നേടിയായിരുന്നു തട്ടിപ്പ്. CSR ഫണ്ട് ഉപയോഗിച്ച് സ്കൂട്ടർ ഉൾപ്പെടെയുള്ളവ നൽകാമെന്നായിരുന്നു വാഗ്ദാനം. കേന്ദ്ര ഫണ്ട് ലഭിക്കുമെന്ന ധാരണ പരത്താനും ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നെ ഒന്ന് പറ്റിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് ഈ പറ്റിക്കുന്ന കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. മലയാളികൾ ഏറെ കബളിപ്പിക്കപ്പെടുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ജഡ്ജിമാർ പോലും പറ്റിക്കപ്പെടുന്നുണ്ടെന്ന് സ്പീക്കർ AN ഷംസീറും പറഞ്ഞു. നമ്മുടെ ധാരണ നമ്മൾ വലിയ അതിബുദ്ധിമാന്മാരാണ്, മിടുക്കന്മാരാണെന്നൊക്കെയാണ് മലയാളികളുടെ പൊതുവായ ധാരണ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള ആളുകൾ മലയാളികളാണ്. ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടുന്ന ആളുകളും മലയാളികളാണ്. അമിതമായ ഈ ഒരു ആഗ്രഹം, പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അമിതമായ ആഗ്രഹമാണ് ഇത്തരം തട്ടിപ്പുകാർക്ക് വളമാക്കി കേരളം മാറുന്നത് എന്നുള്ള കാര്യം അങ്ങ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ജഡ്ജിമാർ വരെ പറ്റിപ്പോകുന്നുണ്ട്. ശ്രീജിത്ത് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, പൊതുവായി എങ്ങനെയാണ് മലയാളികൾ കബളിപ്പിക്കപ്പെടുന്നത് വളരെ വേഗം എന്നുള്ളത് ചർച്ചയാകുന്നു നിയമസഭയിൽ. അതിനേക്കാൾ ഉപരി ഈ പാതിവില തട്ടിപ്പിൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്, അതിൻ്റെ കണക്കുകളടക്കം മുഖ്യമന്ത്രി സഭയിൽ വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയ നേതാക്കളുടെ പേരുകളൊക്കെ ഒരു ഘട്ടത്തിൽ പറഞ്ഞു കേട്ടത്, അതേക്കുറിച്ച് എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്? ഈ പാതിവില തട്ടിപ്പിനെ കുറിച്ചുള്ള വിശദാംശം എങ്ങനെയാണ്? അനുജ, കേരളത്തിൽ വ്യാപകമായി നടന്ന പാതിവില തട്ടിപ്പിൽ മൊത്തം 231 കോടി രൂപയുടെ വെട്ടിപ്പാണ് നടന്നത് എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചിരിക്കുന്നത്. മൊത്തം 48,384 പേരാണ് തട്ടിപ്പിനിരയായത്. ഇതിന് ഭാഗമായി 1343 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതിൽ 665 കേസുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറിയതായും മുഖ്യമന്ത്രി അറിയിച്ചു. സീഡ്, NGO കോൺഫെഡറേഷൻ എന്നീ 2 സംഘടനകൾ മുഖേനയാണ് തട്ടിപ്പ് നടത്തിയത്. ഈ 2 സംഘടനകൾക്ക് പിന്നിലും അനന്തകൃഷ്ണനും KN ആനന്ദകുമാറുമാണ് എന്ന് മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. എന്നാൽ രാഷ്ട്രീയ നേതാക്കൾ ആരൊക്കെയാണ് ഈ തട്ടിപ്പിൽ പങ്കെടുത്തത് എന്ന കാര്യം മുരളി പെരുന്നെല്ലി നിയമസഭയിൽ ചോദ്യമായി മുഖ്യമന്ത്രിയോട് ഉന്നയിച്ചു. എന്നാൽ ഈ ഘട്ടത്തിൽ അത് പറയാൻ കഴിയില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ക്രൈംബ്രാഞ്ച് കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ്. അന്വേഷണം പൂർത്തിയായ ശേഷം മാത്രമേ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾക്ക് ഈ തട്ടിപ്പുമായി ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ ഒരു പ്രതികരണം നടത്താൻ കഴിയൂ എന്നായിരുന്നു മുഖ്യമന്ത്രി നൽകിയ മറുപടി. ശരി, പാതിവില തട്ടിപ്പ് ഇന്ന് നിയമസഭയിൽ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നു. അതിൽ മുഖ്യമന്ത്രി എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടന്നത്, എത്ര പേർ ഇതിനിരയായിട്ടുണ്ട് എന്നതിൻ്റെ കണക്കുകളടക്കം വച്ചു.